Hello guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു റീസ്റ്റോറേഷൻ ടൈപ്പ് വീഡിയോ ആണ്. ഇതിൽ കുറച്ച് യൂസ്ഡ് പാർട്സ് വെച്ചിട്ട് ഒരു RTXന്റെ 2070 സൂപ്പർ വെച്ചിട്ടുള്ള ഒരു ബിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലും നമ്മൾ നേരത്തെ ചെയ്ത ബെഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു പാർട്സുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു PC ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് രാവി ആൻഡ് യു വാച്ചിങ് GeekBoZ TV. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബിൽഡിന് വേണ്ടിയുള്ള പാർട്സുകൾ നമ്മൾ ചൂസ് ചെയ്യാൻ പോവാണ്. ആദ്യം നമുക്ക് ഒരു പ്രൊസസ്സർ എടുക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പ്രൊസസ്സർ ചൂസ് ചെയ്തിരിക്കുന്നത് Ryzen 7ൻ്റെ 3700X ആണ്. ഇതൊരു യൂസ്ഡ് പ്രൊസസ്സർ കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് കാണാനായിട്ട്. അപ്പോൾ ഇതൊരു 3700X പ്രൊസസ്സറാണ്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സർ വെച്ച് നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു റീസ്റ്റോറേഷൻ എന്ന് പറയാൻ പറ്റില്ല, റീസ്ട്രക്ചറിങ്. കഴിഞ്ഞ വീഡിയോ നല്ലൊരു പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ട് പലരും പറഞ്ഞു ഇനി ഇതേപോലത്തെ വീഡിയോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ 3700X ആണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന പ്രൊസസ്സർ. ഇതൊരു യൂസ്ഡ് മാർക്കറ്റ് പ്രൈസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 20,000 റുപ്പീസിനകത്തൊക്കെ നമുക്ക് ഈ ഒരു പ്രൊസസ്സർ കിട്ടും വിത്ത് വാറണ്ടി. പുതിയതൊരു 30K റേഞ്ചിനകത്തൊക്കെ ഉള്ളൂ. ഒരു 20K റേഞ്ചിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രൊസസ്സർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗൈസ്, നമ്മുടെ മദർ ബോർഡ് ചോയ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് എടുത്തിരിക്കുന്നത് MSIയുടെ B50 Tomahawk Max 2 ആണ്. ഇതും ഒരു നമ്മുടെ യൂസ്ഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതും എഗെയിൻ ഞാനിവിടെ വെച്ചതേ ഉള്ളൂ. അപ്പം Tomahawk Max 2 അല്ല, മാക്സ് ആണ് കേട്ടോ. B50 Tomahawk Max. നിങ്ങൾക്ക് വേണമെങ്കിൽ B50 ഏത് മദർ ബോർഡാണ് ഇതിൽ യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഈ ഒരു ബിൽഡ് വലിയ രീതിയിൽ എന്താ പറയുക എക്സ്പെൻസീവ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് B450 Tomahawk Max തന്നെ വെച്ചത്. ഓക്കെ, ഇത് ഈ ഒരു മാർക്കറ്റ് റേറ്റ് ഒരു 10,000 റേഞ്ചാണ് മദർ ബോർഡിൻ്റെ വില വരുന്നത്. നിങ്ങൾക്കൊരു 7,000 രൂപ 7,700 നിങ്ങൾക്ക് ഈ ഒരു മദർ ബോർഡ് കിട്ടും അണ്ടർ വാറണ്ടി വിത്ത് ബോക്സ് പീസ് കേട്ടോ. ഗൈസ്, റാം ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് V-Colorൻ്റെ റാമാണ്. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ആണ്. ഡെഫിനറ്റ്ലി താങ്ക്സ് ടു V-Color അഗെയിൻ. V-Colorൻ്റെ 6GB റാംസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് 16GB കിറ്റ് കേട്ടോ. 16GB 8GB രണ്ടെണ്ണമാണ്. ഈ ഒരു കിറ്റ് റാമാണ് നമ്മൾ വെക്കുന്നത് V-Colorൻ്റെ. ഇല്ല, ലൈക്ക് 6GB ആക്കിയെന്നല്ല, ഇതൊരു ഇങ്ങനൊരു റാം കിട്ടിയത് കൊണ്ട് നമ്മൾ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള XPGയോ G-Skillോ Corsairോ ഏത് വേണോ ഇതിൽ ചൂസ് ചെയ്യാം. നമുക്കിവിടെ V-Color ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, അടുത്ത് നമ്മൾ SSD ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് XPGയുടെ S5 ആണ്. ഇത് ഭയങ്കര കൂടിയൊരു SSD ഒന്നുമല്ല, M.2 NVMe ആണ്. 512GB ആണ് കേട്ടോ. ഹീറ്റ് സിങ്ക് ഇൻബിൽട്ട് വരുന്നുണ്ട്, 5 year വാറണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ നോർമൽ SSD ഇത് പക്ഷേ നമുക്ക് യൂസ് കിട്ടിയില്ല, അതുകൊണ്ട് ബ്രാൻഡ് ന്യൂ ആണ് നമ്മൾ വെക്കുന്നത്. കാരണം SSDs അങ്ങനെ പൊതുവേ M.2 NVMe ഒന്നും അങ്ങനെ ആരും കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു മദർ ബോർഡിൽ ആൾറെഡി സോക്കറ്റ് ഉണ്ട്, M.2 NVMe സപ്പോർട്ട് ചെയ്യുന്ന സോക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി 512GB തന്നെ വയ്ക്കാം. നമ്മളിതിൽ ഹാർഡ് ഡിസ്ക് സ്കിപ്പ് ചെയ്യുകയാണ്. ഹാർഡ് ഡിസ്കിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് 512GB SSD മാത്രമാണ് വയ്ക്കുന്നത് കേട്ടോ. ഗൈസ്, അടുത്ത ഗ്രാഫിക്സ് കാർഡ് ചോയ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 2070 സൂപ്പറാണ്. ഇതും ഇതുപോലെ അഗെയിൻ ഒരു റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ റീസ്റ്റോറേഷനിൽ വന്നൊരു കാർഡാണ് കേട്ടോ, 2070 സൂപ്പർ. ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 8GB കാർഡാണ്, പിന്നെ ഫുൾ ബോക്സ് പീസാണ്, അണ്ടർ വാറണ്ടിയാണ്. നിയർലി 1 year യൂസ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു കാർഡ്. അപ്പോൾ ഇതേപോലത്തെ ഒരു കാർഡ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അറൗണ്ട് ഒരു 40K ഡിപ്പെൻസ് ഒക്കെയാണ് കേട്ടോ. മാർക്കറ്റിലെ പ്രൈസ് അനുസരിച്ച് 30K 40K 50K റേഞ്ചിനകത്ത് ഈ ഒരു കാർഡ് കിട്ടും. ഇതിനൊരു കറക്റ്റ് എക്സാക്ട് റേറ്റ് പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തർക്ക് ചിലർക്ക് മൈനിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ 50K മുടക്കി കാർഡുകൾ വാങ്ങുന്നുണ്ട് പലരും. അപ്പോൾ അതിൻ്റെ വാറണ്ടി കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും ഈ 2070 സൂപ്പറിൻ്റെയൊക്കെ റേറ്റ് വരിക. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ ഒരു കാർഡ് നിങ്ങൾക്ക് യൂസ്ഡ് മാർക്കറ്റിലൊരു 40K 30K റേഞ്ചിനകത്തൊക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ വാറണ്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഗൈസ്, അടുത്ത് നമ്മൾ എടുക്കുന്നത് ജിഗാബൈറ്റിൻ്റെ ഒരു PSU ആണ്. ഇതൊരു ഏതെങ്കിലും ഒരു PSU എന്നുള്ള കാറ്റഗറി നിങ്ങൾ നോക്കിയാൽ മതി. ഇതിപ്പോൾ ജിഗാബൈറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ ന്യൂസസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ നോക്കാം. പക്ഷേ ഈ ഒരു PSU 700 watts ആണ് കേട്ടോ. 700 wattsൻ്റെ നോർമൽ യൂസ്ഡ് വൺ ആണ്. നമുക്കിത് ബ്രാൻഡ് ന്യൂ ആയിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ ബ്രാൻഡ് ന്യൂ എടുക്കുന്നുമില്ല കേട്ടോ. PSUനെ പ്രൊമോട്ട് ചെയ്യണ്ടല്ലോ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഗിഗാബൈറ്റിൻ്റെ ഒരു പഴയ PSU ആണ്. പക്ഷേ നിങ്ങൾ പുതിയ PSU എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കാരണം പല പുതിയ PSUക്കും ഗിഗാബൈറ്റ് ഇറക്കുന്ന പുതിയ PSUവിനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. പഴയ സാംസങ്ങിന്റെ നോട്ട് സീരീസ് പോലെയാണ്, എപ്പോഴും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൊട്ടിത്തെറിക്കാം. അതുപോലത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ PSU എടുക്കുമ്പോൾ നിങ്ങൾ ഗിഗാബൈറ്റിൽ നിന്ന് മാറി മാസ്റ്ററോ എന്തൊക്കെ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ എന്നിരുന്നാലും ഇത് PSU നമുക്ക് കിട്ടിയുള്ളൂ കേട്ടോ, യൂസ്ഡ് ആയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത് വെക്കുന്നത്. അപ്പം ഇപ്പം പറഞ്ഞത് അരുണാണ് കേട്ടോ, നമ്മുടെ കൺസൾട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അരുണിനെ സമീപിച്ചാൽ മതി, പുള്ളി പറഞ്ഞുതരാം.
ഗൈസ് ഇനി കേബിൾ മോഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനം ഇത് ആൻറ്റി സ്പോർട്സിൻ്റെ മോഡ് പ്രോ കേബിൾസ് ആണ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബ്ലാക്ക് കേബിൾസ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് കേബിൾസ് വരുന്നത് ബ്ലാക്ക് ഫ്ലാറ്റ് കേബിൾസ് എന്ന് പറയും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റം സ്ലീവ്സ് വേണമെങ്കിൽ വെക്കാം. ഇത് ആൻറ്റി സ്പോർട്സിൻ്റെ ബ്രാൻഡിൻ്റെ കേബിളാണ്. വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ, 2000-നകത്തേ ഉള്ളൂ ഫുൾ കിറ്റിന്. ഇതിന് പല പല കളർ വേരിയൻസും വരുന്നുണ്ട്. ഇതുപോലെ യെല്ലോ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ഗ്രീൻ, പിന്നെ റെഡ് ആൻഡ് ബ്ലാക്ക്, ആ ഒരു കോമ്പിനേഷൻ. അപ്പം ആ ഒരു കോമ്പിനേഷൻ വരുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ, ഇതുപോലെ ഈ കളർ കോമ്പിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് പർച്ചേസ് ലിങ്ക് ഉണ്ട്. 2000-നകത്ത് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ കേബിൾസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ 3000-3500 രൂപയ്ക്കൊക്കെ ആയിരുന്നു കേബിൾസ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതേപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻസും വരുന്നുണ്ട്. ഗൈസ് ക്യാബിനറ്റ് ചോയ്സ് ആയിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഫാനൊക്കെ ഉള്ള ഡീപ് കൂളിൻ്റെ ക്യാബിനറ്റ് ആട്ടോ. മെട്രിക് 54F എന്ന് പറഞ്ഞാൽ ഇത് കോസേറാണ്, നിങ്ങൾക്ക് കാണാമല്ലോ, കോസേൻ്റെയാണ്. ഇതേപോലത്തെ ലുക്കുള്ള 4 RGB ഫാൻസൊക്കെ വരുന്നത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നൊരു ക്യാബിനറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ലിയാൻലി ഇതൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഇതൊക്കെ വെരി എക്സ്പെൻസീവ് റൈറ്റ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും എക്സ്പെൻസീവ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെയും ക്യാബിനറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ എക്സ്പെൻസീവ് മോഡലിലോട്ട് ഇപ്പം പോകണ്ട. നമുക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. മെട്രിക് 54Fൻ്റെ ഒരു മോഡൽ നമുക്ക് ചൂസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്കൊരു 5000-6000 അകത്ത് വാല്യൂ വരെയുള്ളൂ. നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് നിൽക്കും. 4 RGB ഫാൻസ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു മോഡൽ ചൂസ് ചെയ്ത് ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ബിൽഡ് തുടങ്ങാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പ് പ്രതീഷ് KP ഈ സോൺ ബിൽഡ് കണ്ട, ഇതാണ് നമ്മുടെ പ്രതീഷ് KP. പുള്ളിക്കാരൻ അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറൊരാൾ വീഡിയോ അയച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. വീഡിയോ അയച്ചിട്ട് പാക്ക് ചെയ്യാൻ പോകുന്ന വേറൊരാൾ. ഇവിടെ ഇരുന്ന് എല്ലാവരും ബിൽഡിലോട്ട് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിൽഡ് ഇനിയിപ്പോൾ തുടങ്ങണം ഗൈസ്. നമ്മുടെ പാർട്സുകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബിൽഡിലോട്ട് ഇനി കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ പ്രൊസസ്സർ വീണ്ടും വൺസ് മോർ അൺബോക്സ് ചെയ്യുകയാണ്. ആൾറെഡി ഇതൊക്കെ യൂസ്ഡ് ആണ്, ഞാൻ ആൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ നമ്മളിതാ ഈ ഒരു പ്രൊസസ്സർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 3700X. ഓക്കെ, നമ്മുടെ പ്രൊസസ്സർ എത്തിയപ്പോൾ ഇനി നമുക്ക് ഓരോരോ കോമ്പണൻസ് ആയിട്ട് അൺബോക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൻ്റെ ഇതിന് റേറ്റ് പ്രിസം കൂളർ അല്ലായിരുന്നു. അപ്പം ഈ ഒരു കൂളറും കൂടെ നമ്മൾ അഡീഷണൽ എടുത്തായിരുന്നു പുതിയത്. നമ്മുടെ ഈ ഒരു തെർമൽ പേസ്റ്റൊക്കെ ഇതിൽ തന്നെ ഉണ്ട്, വേണമെങ്കിൽ റീഅപ്ലൈ ചെയ്യാം. മദർ ബോർഡ് B50 Tomahawk Max ആണ് കേട്ടോ. ഇതും നമ്മളൊരു യൂസ്ഡ് ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ളൊരു മദർ ബോർഡാണ് വെക്കുന്നത്. നമ്മൾ ഇതെല്ലാം ഒരു റീസ്റ്റോറേഷൻ പർപ്പസിൽ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. മദർ ബോർഡിൻ്റെ ബോക്സും കാര്യങ്ങളും പാക്കിംഗ് എല്ലാം ഉണ്ട് നീറ്റ്ലി. മാസ്മാനാണ് നമ്മുടെ വീഡിയോ ഇത് ബിൽഡ് ചെയ്യുന്നുണ്ടോ, എല്ലാവരും കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊസസ്സർ വയ്ക്കുകയാണ്. നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ പ്രൊസസ്സറിൻ്റെ പിന്ന് വളയാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വെക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ശരിയാക്കാനായിട്ട് നടക്കേണ്ടി വരും കേട്ടോ. അപ്പം നമുക്ക് അടുത്തിന് വെക്കേണ്ടത് നമ്മുടെ ഫാനാണ്. ഇതിന് ഈ ഒരു കൂളറിന് റേറ്റ് പ്രിസം കൂളറിന് ഭയങ്കര നല്ല രീതിയിലുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. വേറെ നല്ല സ്റ്റോക്ക് കൂളറാണ്, പക്ഷേ കണ്ടില്ല, നല്ല ബൾക്കി ആയിട്ടുള്ളൊരു കൂളറാണ്. ഇത് നോർമലി ഇതിൻ്റെ കൂടെ വരുന്നത് കൊണ്ട് അൺലൈക്ക് ഇൻറ്റൽ ഇതേപോലത്തെ ഒരു കൂളറാണ് എന്താ പറയുക AMD പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻറ്റലിൻ്റെ കൂളറും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് കണ്ടില്ലേ, ഇതാണ് ഇൻറ്റലിൻ്റെ കൂളർ. ഇപ്പോഴും വർഷങ്ങളായിട്ട് ഇതേ കൂളർ തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. റൈസൺ വരുമ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ ഒരു ബീസ് ലൈക്ക് കൂളർ വരുന്നത്. അപ്പോൾ നമ്മുടെ റാം ചോയ്സ് നമ്മൾ പറഞ്ഞ പോലെ വീക്ക് കളർ നമ്മുടെ പവർഫുൾ RGB റാംസ് ആണ് വീക്ക് കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് നിങ്ങളുടെ പേര് ഇതുപോലെ നിങ്ങൾക്ക് ലോഗോ ലേബിൾ ചെയ്യാൻ കണ്ടോ, GeekBoZ എഴുതിയിരിക്കണം. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൊക്കെ വേണമെങ്കിൽ ഇവർ കമ്പനീനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേരിൽ ഇതുപോലെ റാം നിങ്ങൾക്ക് ഇറക്കി തരും. നിങ്ങൾക്ക് എൻക്രിപ്റ്റ് ചെയ്തിട്ട്, എൻക്രിപ്റ്റ് അല്ല, ഇതിൽ സ്ക്രിപ്റ്റ് ഇതുപോലെ അല്ലേ. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ഈ ഒരു റാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ നമ്മളൊരു ഡെമോ പോലെ വെക്കുകയും വേണം നമുക്ക് ഈ ഒരു സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം നമ്മൾ ഈ PC നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം ബീസ്റ്റ് ആക്കാൻ നോക്കുകയാണ്. എങ്ങനെയാകുമെന്നുള്ളതൊക്കെ ഒന്ന് രണ്ടാമത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വെക്കേണ്ടത് രണ്ടാമത്തെ സ്ലോട്ടിലായിരിക്കണം, മറന്നു പോകരുത്. ആദ്യത്തെ സ്ലോട്ടിലല്ല, രണ്ടാമത്തെ സ്ലോട്ടിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് നാലാമത്തെ സ്ലോട്ട് ഫില്ല് ചെയ്തിട്ട് ഫില്ലർ റാം എന്നും പറഞ്ഞ് 2 റാം ഉണ്ട് ഇതിനകത്ത്. അതായത് ലൈറ്റ് മാത്രമേ ഉള്ളൂ, അതായത് റാമല്ല, ഇതാണ് നോൺ DRM എന്ന് പറയും. അത് നിങ്ങൾക്ക് ഇവിടെയും ഫില്ല് ചെയ്യാം കേട്ടോ. ഈ റാമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. പ്രോ ഗെയിമിംഗ് സീരീസ് പ്രിസം പ്രോ എന്ന് പറയുന്നൊരു മോഡലാണിത്, RGB. അപ്പോൾ ഇതിൻ്റെ കിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇത് തന്നെ അവരുടെ തന്നെ DRAM ഇതുണ്ട്, ഫില്ലർ കിറ്റ് ഉണ്ട്. ഫില്ലർ കിറ്റ് എന്ന് പറയുമ്പോൾ ഇത് നോൺ DRM ആണ്, അതായത് റാം അല്ല, ഇത് ജസ്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി ലൈറ്റിംഗ് ഉള്ള ഫില്ലർ റാം കിറ്റ് പോലത്തെ സംഭവം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ 4 റാമും ഫില്ലാവും ഇവിടെ. അങ്ങനെ നമ്മുടെ DRAM കിറ്റ് ഇവിടെ അൺബോക്സ് ചെയ്യുകയാണ് വീണ്ടും അഗെയിൻ. നമ്മൾ അന്നത്തേക്ക് വീഡിയോയിൽ ഉപയോഗിച്ച സെയിം റാം തന്നെയാണ് കേട്ടോ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്ലോട്ടിലും 3rd സ്ലോട്ടിലുമാണ് ഇനി വെക്കേണ്ടത്. ആദ്യത്തെ അതായത് 16 GB നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് സ്ലോട്ടും 4th സ്ലോട്ടിലും വെക്കുക. അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ പ്രൊസസ്സറിൻ്റെ ഫാന് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് സ്ലോട്ടും
4th സ്ലോട്ടിലും ആദ്യം ഫില്ല് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റിലും തേർഡിലും. ഇതൊരു അറേഞ്ച്മെൻ്റ് ആണ്. ഇതിൽ സിമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയും. ഈ അറേഞ്ച്മെൻറ്റ് ഫോളോ ചെയ്താൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഗൈസ്, അടുത്ത് നമ്മളിതാ M.2 NVMe വെക്കാൻ പോവുകയാണ്. ഇവിടെ തന്നെ നമ്മുടെ ഈ ഒരു മദർ ബോർഡിൽ എനിക്ക് തോന്നുന്നു ഒറ്റ സ്ലോട്ടേ ഉള്ളൂ കേട്ടോ. ഒറ്റ M.2 സ്ലോട്ടാണുള്ളത് ഇവിടെ. അപ്പോൾ ഇതിന് ഹീറ്റ് സിങ്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ SSDക്ക് ആൾറെഡി ഹീറ്റ് സിങ്ക് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഹീറ്റ് സിങ്ക് വരുന്നുള്ളതുകൊണ്ട് നമുക്ക് ഇനി ഒരു സെപ്പറേറ്റ് ഹീറ്റ് സിങ്ക് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു സ്ലോട്ടിൽ ജസ്റ്റ് അതൊന്ന് എടുത്ത് വെച്ചാൽ മാത്രം മതി. ഉണ്ടോ, വളരെ എളുപ്പമാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രൂ മാത്രം ഇനി കണക്ട് ചെയ്താൽ മതി. നമ്മൾ യൂസ്ഡ് മദർ ബോർഡ്സ് ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്തായാലും നിങ്ങൾ ഈ M.2 സ്ലോട്ട് വെക്കുമ്പോൾ ഇതിനൊരു സ്ക്രൂ ഉണ്ട്. ഒരു M.2 എന്താ ഇത്രയും വളരെ ചെറിയ ടൈനി സ്ക്രൂ ആണ്. ഈ സ്ക്രൂ മറക്കാതെ നിങ്ങൾ വാങ്ങിച്ച് വെക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ M.2 NVMe നമ്മുടെ SSD വെക്കാനായിട്ട് കുറച്ച് പാടുപെടും. അപ്പോൾ ആ ഒരു സ്ക്രൂവിന് പിന്നെ തപ്പി നടക്കേണ്ടി വരും കേട്ടോ. ചെറിയൊരു സ്ക്രൂ അപ്പോഴേ ഇത് കറക്റ്റായിട്ട് ഫിറ്റായിരിക്കുള്ളൂ. ഗൈസ്, നോട്ട് പ്രൊമോട്ടിങ് ദിസ് വൺ. അപ്പോൾ SMP നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കണക്ട് ചെയ്യുകയാണ്. കേബിൾ മോഡ്സ് നമുക്ക് ലാസ്റ്റ് കണക്ട് ചെയ്യാം. നമ്മുടെ PC ഒന്ന് ടെസ്റ്റ് ചെയ്ത് വർക്കിംഗ് ആണോ ഇല്ലേ എന്നൊക്കെ നോക്കണ്ടേ. അത് ഫുള്ളൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് എന്താ പറയുക ഫുൾ PC-യുടെ അകത്ത് അസംബിൾ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചതിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇളക്കാൻ പിന്നെ ഭയങ്കര പാടായിരിക്കും കേട്ടോ. വി കളറിൻ്റെ റാം പോലെയാണ് കോസ്റ്റാൻ്റെ റാമും. നല്ല ബ്രൈറ്റ് ആണ് കേട്ടോ റാമിൻ്റെ കളേഴ്സ്. കാണാമല്ലോ അല്ലേ, ഇതുപോലെ ആയിരിക്കും. ഗൈസ്, നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് നമ്മൾ പറഞ്ഞ പോലെ 2070 സൂപ്പർ. യൂസ്ഡ് കാർഡായാലും നമ്മൾ വളരെ നീറ്റായിട്ടാണ് ഇതുപോലത്തെ കാർഡ്സ് ഇൻസ്പെക്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈക്ക് ബ്രാൻഡ് ന്യൂ പോലെ തന്നെ ഇരിപ്പുണ്ട് കണ്ടോ. ഡസ്റ്റ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് അത്രയും നീറ്റായിട്ട് വേണം നിങ്ങളൊരു കാർഡ് ഇൻസ്പെക്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നിങ്ങളുടെ കാർഡിൻ്റെ ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രാൻഡ് ന്യൂ ലൈക്ക് ആയിട്ടുള്ള കാർഡ് തന്നെ ഇത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ലോട്ടിലാണ് നിങ്ങൾ എപ്പോഴും ഇത് വെക്കേണ്ടത്, ഗ്രാഫിക്സ് കാർഡ് വെക്കേണ്ടത്. സെക്കൻഡ് സ്ലോട്ട് മിക്കവാറുള്ള ഇതിലും എന്താ പറയുക സെക്കൻഡ് സ്ലോട്ടിൽ ബാൻഡ് വിഡ്ത്ത് കുറവായിരിക്കും. അപ്പം ഫസ്റ്റ് സ്ലോട്ടിൽ പ്രൈമറി ആയിട്ടുള്ള ആദ്യത്തെ GPU സ്ലോട്ടിൽ തന്നെ PCI സ്ലോട്ടിൽ തന്നെ നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് പവറായിട്ട് വേണ്ടത് ഒരു 8 പിന്നും ഒരു 6 പിന്നുമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു PSU ഓൾറെഡി ഇതുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇനി കണക്ട് ചെയ്താൽ മാത്രം മതി. ഗൈസ്, നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് വെക്കുമ്പോൾ ബസ് സ്പീഡാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓരോ സ്ലോട്ടിലും ഓരോ ബസ് സ്പീഡാണ്. അപ്പോൾ സ്പീഡ് നോക്കിയിട്ടാണ് വെക്കാൻ. ബാൻഡ് വിഡ്ത്ത് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. ബാൻഡ് വിഡ്ത്ത് അല്ല, ബസ് സ്പീഡാണ് കേട്ടോ. ഓക്കെ, നമ്മളിനി PC ഒന്ന് ഓണാക്കി നമ്മളിവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സിസ്റ്റം ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. ഷോർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതെന്താ ഓണാവാത്തെ? ഓക്കെ, PSU കണക്ഷൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് സിസ്റ്റം ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. യെസ് ഗൈസ്, ഫൈനലി അവർ PC is up. നമ്മുടെ റാം എന്താ ലൈറ്റ് എത്താത്തതെന്ന് നോക്കട്ടെ. ദ ബ്യൂട്ടിഫുൾ റാം ഈസ് ലൈറ്റ്. അപ്പോൾ ഡിസ്പ്ലേ വരുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. നമ്മുടെ ഈ ഒരു PC ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊതുവേ ഡിസ്പ്ലേ ഒന്നും വരാറില്ല. ഇത് നമുക്ക് ഡിസ്പ്ലേ അഗെയിൻ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഡിസ്പ്ലേ. ഡിസ്പ്ലേ ഇല്ലല്ലോ. വാട്ട് ഹാപ്പൻഡ്? ഗൈസ്, ഡിസ്പ്ലേ ഇല്ല. ഡിസ്പ്ലേ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇനി. യെസ്, നമ്മുടെ ഡിസ്പ്ലേ വന്നു ഗൈസ്. നമ്മുടെ ബയോസിലേക്ക് ഇനി കയറുകയാണ്. നമുക്ക് ക്ലിയർലി കാണാം ഈ പ്രൊസസ്സർ ഏതാണ്, അതിൻ്റെ ഫ്രീക്വൻസി. ഇതിപ്പോൾ ബേസ് ക്ലോക്കിലാണ് കിടക്കുന്നത് കേട്ടോ. എല്ലാം 3.60 2666 ബേസ് ആയിട്ടാണ് കിടക്കുന്നത്. ടോമഹോക്കിൽ 37 എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് നമുക്കൊന്ന് ക്ലോക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ PC ഇനി OS ചെയ്യാനായിട്ട്. OS ചെയ്യുമ്പോൾ നമ്മൾ M.2 NVMe വെച്ചതുകൊണ്ട് തന്നെ കുറേ കൂടെ ഫാസ്റ്റ് ആയിരിക്കും നമ്മുടെ സിസ്റ്റം കേട്ടോ. ഗൈസ്, നമ്മളത് OS ചെയ്യുകയാണ്. OS ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ബയോസൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് അതിൻ്റെ ക്ലോക്കിങ്ങും ട്യൂക്കിങ്ങും എല്ലാം OS ഒന്ന് ചെയ്ത് ഇതെല്ലാം ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താനാണ് നമ്മൾ ബേസിക്കലി OS ചെയ്യുന്നത് കേട്ടോ. OS ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്ലൂ സ്ക്രീൻ എററോ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ വിൻഡോസിൻ്റെ 10 ആണ് നമ്മളിപ്പോൾ സ്റ്റിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 11 ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ സ്റ്റിൽ വി ആർ ഗോയിങ് വിത്ത് 10. 64 ബിറ്റാണ് കേട്ടോ, വിൻഡോസിൻ്റെ 64 ബിറ്റ്. റാമിൻ്റെ ആ ബ്യൂട്ടി ഉണ്ടല്ലേ, ഒരു രക്ഷയില്ലല്ലേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കിംഗ് റാമാണിത്. എനിക്ക് ഭയങ്കര റാമിൻ്റെ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വളരെ ഓവർ ബ്രൈറ്റും അല്ല, എന്നാൽ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഫീൽ വന്നാലും ഞാൻ ലൈറ്റ് അണച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇതാക്കണ്ട, എന്ത് ബ്യൂട്ടിയാണെന്ന് നോക്കുക ഗൈസ്. നമ്മുടെ ക്യാൻഡി കളറാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വി കളറിനെ സമീപിക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാം അവർ നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്ത് തരും കേട്ടോ. വാറണ്ടി സ്റ്റാറ്റസൊക്കെ എനിക്ക് തോന്നുന്നു 10 ഇയർ ലൈഫ് ടൈമാണ് വാറണ്ടി കവേർഡ് വരുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മുടെ സിസ്റ്റം OS ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ വേറൊരു PC ഇവിടെ ബെഞ്ച് മാർക്ക് ടെസ്റ്റിംഗ് നടക്കുകയാണ്. ഇതെന്താ ലൈറ്റ് ഇങ്ങനെ കുറേ എഫക്ട്സ് ഒക്കെ ഉള്ള 320 TG എന്ന് പറയുന്നൊരു ക്യാബിനറ്റ് കേട്ടോ. അത് ആൻറ്റി സ്പോർട്സിൻ്റെ. അപ്പം ഈ ഒരു സിസ്റ്റത്തിൻ്റെ OS ടെസ്റ്റിംഗ് നടക്കുകയാണ്.
നമ്മുടെ പി സി ഇതാ കണ്ടോ, നമ്മൾ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 30% ആയിരുന്നു. ഇതാ ഇപ്പം 68, 70 ഇതാണ്ടോ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. വിത്തിൻ 1 minute to 2 minutes തന്നെ നമുക്ക് OS കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം അല്ലേ. 2 മിനിറ്റ് പോലും വേണ്ട. ഇപ്പോഴത്തെ പി സീസൊക്കെ അത്രയും ഫാസ്റ്റാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന SSDയുടെ സ്പീഡ് പോലെ ഇരിക്കും ബാക്കി. അപ്പോൾ നമ്മുടെ ക്യാബിനറ്റ് ഇതായിരുത്തി മെട്രിക്സ് 54F ആണ്. 4 ഫാൻസുള്ള ക്യാബിനറ്റാണ്. ഫ്രണ്ട് ടെമ്പേർഡ് ഗ്ലാസ് കേട്ടോ. അപ്പോൾ നമ്മുടെ മദർ ബോർഡും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ധൈര്യമായിട്ട് അതിൽ വെക്കാം. അതായത് നമ്മുടെ പി സിയുടെ അകത്ത് നമ്മൾ വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ വെക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങളുടെ ഇതിൽ മദർ ബോർഡിൻ്റെ കുറച്ച് ഹോൾഡേഴ്സ് ഉണ്ട്. ആ ഒരു ഹോൾഡേഴ്സ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പി സിയിൽ മദർ ബോർഡ് വെക്കുക. ഗൈസ് ഇതാണ് നമ്മുടെ ബാക്ക് പോർട്ട് കേട്ടോ, MSIയുടെ ടോമഹോക്കിൻ്റെ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പ് സി പോർട്ട് ഈ ഒരു മദർ ബോർഡിൽ വരുന്നുണ്ട്. 7.1 ഓഡിയോ ഒട്ടും വരുന്നുണ്ട്. അത് പൊതുവേ എല്ലാ മദർ ബോർഡിലും ടൈപ്പ് സി വരാറില്ല. അപ്പോൾ ഈ ഒരു മദർ ബോർഡ് ടോമഹോക്ക് മദർ ബോർഡ് ചൂസ് ചെയ്യുന്നവർക്ക് ടൈപ്പ് സിയും കൂടെ കിട്ടുന്നുണ്ട് അഡീഷണലായിട്ട്. ഗൈസ് ഇത് നമ്മുടെ പെർഫോമൻസ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് ഗ്രാഫിക്സ് കാർഡ് ടെസ്റ്റാണ് കേട്ടോ, 3D ഗ്രാഫിക്സ് കാർഡ് ടെസ്റ്റാണ് വരുന്നത്. നമുക്ക് ഇതാ നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് തയ്യാറുണ്ട്. അപ്പോൾ ആ ടെസ്റ്റിംഗ് എല്ലാം പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പി സി സ്റ്റേബിൾ ആണോ അല്ലേ നമുക്കറിയാൻ പറ്റും കേട്ടോ. നമ്മളിനിയിപ്പോൾ അതിലോട്ടാണ് നോക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് സാമ്പിൾ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം. എപ്പോഴും നമ്മളൊരു പി സി സെക്കൻഡ്സ് ആയാലും നമ്മളൊരു റീസ്ട്രക്ചറിങ് അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ ഒക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും ഒരു പി സി ഫുള്ളി ടെസ്റ്റ് ചെയ്ത് ബെഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ ലൂമിയോണും ഡാവിഞ്ചി റിസോൾവ് പോലത്തെ സോഫ്റ്റ്വെയർസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കാർഡാണ് റേഡിയോണിൻ്റെ 600 XT. കാരണം ഇതിൻ്റെ VRAM 12 GB ആണ് വരുന്നത്. മോർ ഓവർ ഇതിൻ്റെ ക്ലോക്ക് സ്പീഡും കുറച്ച് അല്ലാതെ റെൻഡറിങ് എൻക്രിപ്ഷന് പറ്റിയ കുറേ ഫീച്ചേഴ്സ് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൺലൈക്ക് NVIDIA നിങ്ങൾക്ക് റെൻഡറിങ് പോലത്തെ പർപ്പസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ AMDയുടെ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് 600 XT കേട്ടോ. പിന്നെ അല്ലാത്ത പർപ്പസാണ് ഗെയിമിംഗ് ആണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ NVIDIയുടെ RTX സീരീസ് തന്നെ പ്രിഫറബിൾ ആണ്. ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആവാറായി. നമ്മുടെ ബെഞ്ച് മാർക്ക് റിസൾട്ട്സ് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബെഞ്ച് മാർക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പി സിയിൽ. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഒരു 5000 അതിനകത്തായിരുന്നു, പക്ഷേ 5783 ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അല്ല കേട്ടോ, ഈ ഒരു പി സിയിൽ നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗ്രാഫിക്സ് കാർഡാണ് 2070 സൂപ്പർ. ഇത് മൈനിങ്ങിനും കൂടെ പറ്റുന്നൊരു ഗ്രാഫിക്സ് കാർഡ് എന്നുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ പ്രൊസസ്സർ നമ്മൾ ഉപയോഗിച്ചത് 3700X 16 GB റാമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വി കളറിൻ്റെ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ SSD 512 GB. പിന്നെ ക്യാബിനറ്റ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് ക്യാബിനറ്റ് വേണോ യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെട്രിക്സ് 50 ആണെന്നേ ഉള്ളൂ. PSU അതുപോലെ തന്നെ ഒരു ബ്രാൻഡിൻ്റെ, ആ ബ്രാൻഡ് ഞാൻ പേര് പറയുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ കേബിൾ മോഡ്സ് ആയിട്ട് നമ്മൾ ആൻറ്റി സ്പോർട്സിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പി സി ബിൽഡിൻ്റെ വീഡിയോ വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു ഗെയിം പ്ലേ ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ബേസിക്കലി ഗെയിമിങ്ങിന് എന്തായാലും എബവ് 60 FPS ഒക്കെ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. 144 വരെയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിൽ പുള്ള് ചെയ്യാനും പറ്റും. ക്വാളിറ്റി ട്യൂക്കിംഗ് മാത്രം കുറച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫുൾ ഇൻഡെപ്തായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും. ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ ഇതുപോലത്തെ പാർട്സ് ഓഫ് സിസ്റ്റംസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം IDയും നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തേക്കാം. ആ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഡു ഫോളോസ് ഓൺ ഇൻസ്റ്റാഗ്രാം. ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.